बड़ी मात्रा में कम कर दिए जाएंगे। 79ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ സംസ്ഥാനവും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 9 മണിക്ക് പതാക ഉയർത്തി. ജാതി വിവേചനമില്ലാത്ത ഇന്ത്യയാണ് സ്വപ്നമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ഒരു പതാക ഉയർത്തിക്കൊണ്ട് തന്നെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തുകയുണ്ടായി. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ഈ ഒരു ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തലസ്ഥാനത്ത് പതാക ഉയർത്തിയത് മുഖ്യമന്ത്രിയായിരുന്നു. 9 മണിയോടുകൂടി തന്നെ തലസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ തുടങ്ങി. അദ്ദേഹം കൃത്യമായും മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ സമര ചരിത്രങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം കടന്നുപോയത്. വളരെ ഹ്രസ്വമായിരുന്ന പ്രസംഗമെങ്കിലും പല ജില്ലാ ആസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ നഗരങ്ങളിലൊക്കെ തന്നെ സ്വാതന്ത്ര്യം ആഘോഷിച്ച സമയത്ത് ഗ്രാമങ്ങളിലിരുന്ന് സാധാരണക്കാരോടൊപ്പം ചിലവിട്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം സ്വപ്നം കണ്ട, അദ്ദേഹം വിഭാവനം ചെയ്ത ഇന്ത്യയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒപ്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി മരണമടഞ്ഞവരും ഒപ്പം വലിയ ത്യാഗം അനുഭവിച്ചവരുമായ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ജാതി മത ചിന്തകൾ വെടിയണം, അതിനപ്പുറത്തേക്ക് ഒരു ലോകത്തേക്ക് പോകണം. ഒപ്പം നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഭരണഘടന നടപ്പിലാക്കേണ്ടതാണ്, അല്ലാതെ അത് ചർച്ച ചെയ്യേണ്ടതല്ല. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഒരുപോലെ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ നാടെങ്കും അതേപടി നടപ്പിലാക്കാനുള്ള ഒരു ആർജവം ഉണ്ടാകണം. അതാണ് ഇന്ത്യക്ക് വേണ്ടത്. ഒപ്പം കേരളത്തിലും വലിയ വികസന പ്രവർത്തനങ്ങളിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വികസനത്തിലൂന്നിയ ഭദ്രമായൊരു കേരളം, അതിനായി നമ്മളെല്ലാവരും അർപ്പണം ചെയ്ത ഒരു പ്രതിജ്ഞ എടുക്കണമെന്നും മുഖ്യമന്ത്രി ഓർപ്പിച്ചു. 15 സേനാ വിഭാഗങ്ങളാണ്, പോലീസിന്റെ 15 സേനാ വിഭാഗങ്ങളും അതുകൂടാതെ അഗ്നിരക്ഷാ സേന, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ തുടങ്ങിയ സർക്കാരിന്റെ വിവിധ വിഭാഗങ്ങളും ഒപ്പം NCC, സ്പോർട്സ്, സ്കൗട്ട്സ് ഗൈഡ്സ് തുടങ്ങിയവരും, അതുകൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പ്ലാറ്റൂണും ഇന്നത്തെ തലസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. വലിയ സുരക്ഷയാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആഘോഷ പരിപാടികൾ നടന്നിരുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിനും സമീപത്തും എല്ലാം തന്നെ ഒരുക്കിയിരുന്നത്. തീർച്ചയായും 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ സംസ്ഥാനവും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 9 മണിക്ക് പതാക ഉയർത്തി. ജാതി വിവേചനമില്ലാത്ത ഇന്ത്യയാണ് സ്വപ്നമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.